ഹലോ ഗായ്സ്, ഇന്ന് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ ഹൈദരാബാദ് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് US വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, നമുക്ക് US വിസ കിട്ടിയിട്ടുണ്ട്. അപ്പം ആസ് എ പേരൻറ്റ്സ് എമ്മക്കുട്ടിക്ക് അവളെ ലൈഫിൽ കൊടുക്കാൻ പറ്റിയ ചെറിയൊരു ഗിഫ്റ്റ് മാത്രമാണത്. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ട അവളെ പപ്പനോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഹൈദരാബാദിലെ US കോൺസുലേറ്റിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, വളരെ വളരെ സന്തോഷം. പിന്നെ നമ്മളിതാ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് എന്തായാലും വന്നതല്ലേ, അപ്പം ഹൈദരാബാദ് ഒന്ന് കറങ്ങിയേച്ചും പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ കണ്ടതാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലു അർജുൻ്റെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ അവിടെ ഗേറ്റൊക്കെ തുറന്നിട്ടതിനാൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റി. പക്ഷേ അല്ലു അർജുൻ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് കറങ്ങി കണ്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് അവിടുത്തെ സെക്രട്ടേറിയറ്റ്. കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പുറമെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്കിലൊക്കെ പോയി. അപ്പോൾ ഈ കാണുന്നതാണ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ സ്റ്റാച്യു. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, വലിയ സ്റ്റാച്യു ആണ്. അങ്ങനെ അതാ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബാവർച്ചി റെസ്റ്റോറൻറ്റിലേക്കാട്ടോ നമ്മൾ പോയത്. അങ്ങനെ ഹൈദരാബാദി ബിരിയാണി ഒക്കെ കഴിച്ചു. ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്, സൂപ്പർ ടേസ്റ്റായിരുന്നു. നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചാർമിനാറാണ്. ഏകദേശം 9 മണി ആയതുകൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പം നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നെങ്കിലും നമ്മളൊന്നും വാങ്ങിയിട്ടില്ല, അതാണ് സത്യം. അങ്ങനെ അവിടെ കുറച്ച് കറങ്ങി കണ്ട് എമ്മക്കുട്ടിക്ക് ഒരു വാച്ചൊക്കെ വാങ്ങിക്കൊടുത്ത് അവളിതാ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 10 മണി 11 മണി ആയിട്ടുണ്ട് നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ. ഓക്കെ, ബൈ ബൈ.